രോഗികൾക്കായുള്ള പ്രാർത്ഥന. രോഗികളുടെ ആരോഗ്യമായ പരിശുദ്ധ മറിയത്തോടുള്ള ഈ പ്രാർത്ഥന വിശ്വാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളിലൂടെ കടന്നുപോകുന്നവർക്ക് അമ്മയുടെ മാധ്യസ്ഥം ഒരു വലിയ കോട്ടയാണ്. രോഗികളുടെ ആരോഗ്യമായ മറിയം. പരിശുദ്ധ കന്യകാമറിയത്തെ നാം വിളിക്കുന്ന ഒരു പ്രധാന നാമവിശേഷമാണിത്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കഷ്ടപ്പെടുന്നവരോടും രോഗികളോടും കരുണ കാണിച്ച യേശുവിൻ്റെ അമ്മ എന്ന നിലയിൽ മറിയത്തിന് രോഗികളുടെ വേദനകൾ നന്നായി അറിയാം. അമ്മയുടെ സാമീപ്യം. ഒരു കുട്ടിക്ക് രോഗം വരുമ്പോൾ അമ്മ അരികിലിരുന്ന് നൽകുന്ന ആശ്വാസം പോലെയാണ് മറിയം നമുക്ക് നൽകുന്ന സാന്ത്വനം. ആരോഗ്യത്തിൻ്റെ ഉറവിടം. മറിയം തന്നെ ആരോഗ്യത്തിൻ്റെ ഉറവിടമല്ല, മറിച്ച് യഥാർത്ഥ വൈദ്യനായ യേശുവിലേക്ക് നമ്മെ നയിക്കുന്നവളാണ്. ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ. രോഗം എന്നത് കേവലം ശരീരത്തെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. ഇന്നത്തെ കാലത്ത് ശാരീരികമായ അസുഖങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്നത് മാനസികമായ പിരിമുറുക്കങ്ങൾ, വിഷാദം, ഭയം എന്നിവയിലൂടെയാണ്. ശാരീരിക സൗഖ്യം. വിട്ടുമാറാത്ത വേദനകളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും വിടുതൽ നൽകാൻ അമ്മയോട് നാം യാചിക്കുന്നു. മാനസിക സമാധാനം. ഉത്കണ്ഠകളും ഭാരങ്ങളും അനുഭവിക്കുന്നവർക്ക് മനസ്സിന് ശാന്തിയും ധൈര്യവും ലഭിക്കാൻ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടുന്നു. ദൈവത്തിലുള്ള ആശ്രയബോധം. രോഗാവസ്ഥകളിൽ മനുഷ്യൻ സ്വാഭാവികമായും തളർന്നു പോകും. എന്തുകൊണ്ട് എനിക്ക് ഇത് സംഭവിച്ചു എന്ന ചോദ്യം വിശ്വാസത്തെ പോലും ഉലച്ചേക്കാം. ഇവിടെയാണ് മറിയത്തിൻ്റെ മാതൃത്വം പ്രസക്തമാക്കുന്നത്. ക്ഷമയും സഹനവും. കുരിശിൻ ചുവട്ടിൽ തൻ്റെ മകൻ വേദനിക്കുന്നത് കണ്ടിട്ടും ദൈവഹിതത്തിന് കീഴടങ്ങിയവളാണ് മറിയം. നമ്മുടെ വേദനകളെ ദൈവമഹത്വത്തിനായി സമർപ്പിപ്പാൻ മറിയം നമ്മെ പഠിപ്പിക്കുന്നു. പ്രത്യാശ കൈവിടരുത്. രോഗം സൗഖ്യമാകുമോ ഇല്ലയോ എന്നതിലുപരി ഏത് അവസ്ഥയിലും ദൈവം കൂടെ ഉണ്ടെന്ന ബോധ്യം നൽകാനാണ് ഈ പ്രാർത്ഥന ലക്ഷ്യമിടുന്നത്. പ്രാർത്ഥനയുടെ പ്രായോഗിക തലം. ഈ പ്രാർത്ഥന ചൊല്ലുന്നതിലൂടെ നാം കേവലം വാക്കുകൾ ഉച്ചരിക്കുകയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. ഔഷധങ്ങൾക്കൊപ്പം ദൈവകൃപ കൂടി ചേരുമ്പോഴാണ് പൂർണ്ണമായ സൗഖ്യം ലഭിക്കുന്നത്. മറ്റുള്ളവർക്കായുള്ള മധ്യസ്ഥം. നാം നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകമെമ്പാടുമുള്ള രോഗികൾക്ക് വേണ്ടിയും ഈ പ്രാർത്ഥനയിലൂടെ മധ്യസ്ഥം വഹിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും രോഗക്കിടക്കയിലും തളർന്നു പോകാതെ ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് ബോധവാന്മാരാകാൻ ഈ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു. അമ്മയുടെ കരം പിടിച്ച് ക്രിസ്തുവിലേക്ക് നടക്കാൻ ഇത് നമുക്ക് കരുത്ത് നൽകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.